ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനാണെങ്കിൽ പരാഗിയിൽ നിന്നെടുത്ത ഒരു കോട്ടൻ്റെ മെറ്റീരിയൽ വെച്ച് 2 പീസ് തയ്ക്കാനായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് സെറ്റായിട്ട് തന്നെ കിട്ടിയിരിക്കുന്നതാണ്. നല്ല പ്യുവർ കോട്ടൺ ആണ്. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കിന് എനിക്ക് ഇതിന് കറക്റ്റ് ലെങ്ത് കിട്ടുന്നില്ല, ടോപ്പിനുള്ള ലെങ്ത് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്തു ഒരു രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അപ്പം എനിക്ക് ലെങ്ത് അത്യാവശ്യം ഉള്ളത് കിട്ടും. അതിനു വേണ്ടി ഞാനിപ്പോൾ നെക്കാണ് മാർക്ക് ചെയ്യുന്നത്. നെക്ക് മാർക്ക് ചെയ്യുമ്പോഴത്തേക്കിന് നിങ്ങളിപ്പോൾ ഈ കണ്ടതുപോലെ ഞാൻ 6 ഇഞ്ചാണ് ലെങ്ത് കൊടുക്കുന്നത്. അപ്പോൾ 6 ഇഞ്ചിൽ ആ 1 ഇഞ്ച് മാത്രമാണ് നമ്മുടെ ഈ മെയിൻ ക്ലോത്തേൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ബാക്കി ബ്ലാങ്കായിട്ട് വിട്ടിരിക്കുന്നത് കണ്ടല്ലോ. വിഡ്ത്ത് കൊടുത്തേക്കുന്നത് 3.5 ഇഞ്ചാണ്. അതുപോലെ തന്നെ ഷോൾഡർ 7 ഇഞ്ചാണ് വിഡ്ത്ത് കൊടുക്കുന്നത്. ലെങ്ത് കൊടുക്കുന്നത് ഞാൻ 6.5 ഇഞ്ചാണ്. അപ്പോൾ അതിൽ 1/2 ഇഞ്ച് മാത്രമാണ് നമ്മുടെ ഈ മെയിൻ ക്ലോത്തെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കൈക്കുഴി ചെറുകനെ കൊടുക്കുന്നുള്ളൂ, അരിപ്പ് മാതിരിയേ കൊടുക്കുന്നുള്ളൂ, അല്ലാതെ ഒത്തിരി ഒന്നും കൈക്കുഴി കൊടുക്കുന്നില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായി കാണും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മുടെ നെക്കിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ഷോൾഡർ പോകുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ, ആ ഒരു പീസാണ് നമ്മൾ ലെങ്തിന് വേണ്ടി കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതും കൂടെ വരുമ്പോഴത്തേക്കിന് ഈ ഒരു മെയിൻ ക്ലോത്തെ നമ്മൾ ഫുള്ളായിട്ട് നെക്ക് മാർക്ക് ചെയ്യാതെ സെപ്പറേറ്റ് ഒരു പീസായിട്ട് ഇങ്ങനെ ഷോൾഡറിൻ്റെ അവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെങ്ത് അത്യാവശ്യം നന്നായിട്ട് കിട്ടും. ഇത് സ്ലീവ്ലെസ് ചെയ്യുന്നവർക്കാണ് ഉചിതമായിട്ടുള്ള ഒരു മാർഗ്ഗം എന്ന് പറയാനായിട്ട്. സ്ലീവ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ നെക്കിൻ്റെ അവിടെ നിന്ന് ആ ഒരു ജോയിൻറ്റ് പീസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സ്ലീവ്ലെസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ജോയിൻറ്റ് പീസ് വന്നെന്ന് പറഞ്ഞാൽ അതൊരു ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്, അല്ലാതെ ഒരു വൃത്തികേടായിട്ട് അല്ലെ ഒരു കട്ട് പീസ് വന്നിരിക്കുന്നത് പോലെ വരുന്നില്ല. അപ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ അവിടെയുള്ള ആ ഒരു കട്ടിങ്ങില്ല, പകരം നമ്മുടെ ഈ ഒരു നമ്മൾ സ്ലീവിൽ, അതായത് ഷോൾഡറിന് കൊടുക്കുന്ന ആ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, നെക്കിൻ്റെ അവിടെ നിന്ന് വരുന്നത് ബാക്കിൽ വരെ കൊണ്ടുവന്ന് ജോയിൻ ചെയ്താൽ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് അതൊരു സ്ലീവ് എന്ന രീതിയിലായിട്ട് പോവുകയും ചെയ്യും. നമ്മുടെ ഷോൾഡർ കട്ടിങ്ങോ കാര്യങ്ങളോ വരാത്തത് കൊണ്ട് തന്നെ വൃത്തികേടായിട്ട് വരത്തില്ല. നമ്മൾ സെപ്പറേറ്റ് ജോയിൻറ്റ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള വൃത്തികേട് വരത്തില്ല, ഒരു മോഡലായിട്ടേ വരത്തുള്ളൂ. അപ്പോൾ സ്ലീവ്ലെസ് തയ്ക്കുന്നവർക്കാണ് അത് ഉചിതമായ ഒരു മാർഗം എന്ന് വേണമെങ്കിൽ പറയാം. ഇതിപ്പോൾ ഞാൻ ബാക്കിയുള്ള നമ്മുടെ ഹിപ്പ്, ചെസ്റ്റ്, ഈ ഒരു പിന്നെ മെഷർമെൻ്റ് എല്ലാം മാർക്ക് ചെയ്ത് സാധാരണ നമ്മൾ കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൈക്കുഴിയുടെ അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെറിയനെ മാത്രമേ കൈക്കുഴി കൊടുക്കുന്നുള്ളൂ. അതാണ് ഞാനിപ്പോൾ ഈ കട്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയണം, മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ പരാഗിയിൽ നിന്നെടുത്ത മെറ്റീരിയലാണ്. ഇതുപോലെ മിറർ വർക്കാണ് ഇത് ഫുള്ള് വന്നിരിക്കുന്നത്. അതിന് നല്ലൊരു മെറ്റീരിയൽ തന്നെയായിരുന്നു, നല്ല പ്യുവർ കോട്ടൻ്റെ മെറ്റീരിയലായിരുന്നു. പെർ മീറ്റർ ഞാൻ സത്യത്തിൽ ഇപ്പോൾ ഓർക്കുന്നില്ല എത്ര രൂപ ആയി എന്നുള്ളത്. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഒരുപോലെ ഇട്ട് തന്നെയാണ് വെട്ടിയെടുത്തേക്കുന്നത്. ഇനിയാണ് ഞാൻ നെക്ക് മാർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ഫ്രണ്ട് നെക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്വയറായിട്ട് വേണമെങ്കിൽ കൊണ്ടുപോകാം, ഇല്ല എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഡിസൈൻ കൊടുക്കാം. അപ്പം ഞാൻ നമ്മുടെ നെക്കിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ 3.5 ഇഞ്ചാണ് ഉള്ളത്. ഞാനതിന് ഒരു 4.5 ഇഞ്ചിൻ്റെ മെറ്റീരിയലാണ് ഇപ്പോൾ അവിടെ കൊടുക്കാനായിട്ട് വെട്ടാനായിട്ട് പോകുന്നത്. അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ, അതായത് നെക്കിൻ്റെ അവിടെ നിന്ന് നമ്മുടെ കൈക്കുഴിയുടെ അവിടെ വരെ എനിക്ക് 3.5 ഇഞ്ചായിരുന്നു. അപ്പോൾ ഞാൻ 1 ഇഞ്ചും കൂടെ കൂട്ടി 4.5 ഇഞ്ച് തുണി കട്ട് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. അതേപോലെ തന്നെ നമുക്ക് ലെങ്തും ഇനി മാർക്ക് ചെയ്യണം. അത് ഞാനിപ്പം വഴിയെ കാണിച്ചു തരാം. ഞാനിപ്പം ജസ്റ്റ് ആ ഒരു കൈക്കുഴിയുടെ അവിടോട്ട് എനിക്കൊരു സ്ലീവ്ലെസ് എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തില്ല, ഒരു തരി സ്ലീവും കൂടെ വരത്തക്ക രീതിയിലാണ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ 4.5 ഇഞ്ച് മാർക്ക് ചെയ്തത്. ഇല്ല സ്ലീവ്ലെസ് ആവണം ഉദ്ദേശിക്കുന്നതെങ്കിൽ കറക്റ്റ് 3.5 അല്ല 4 എടുക്കണം, തയ്യത്തുമ്പും കൂടെ പോകണമല്ലോ. അപ്പോൾ ഞാൻ 4.5 ഇഞ്ച് എടുത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ 5 ഇഞ്ചാണ് ഞാൻ വിഡ്ത്തായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ലെങ്ത് ഇപ്പം ഞാൻ 6 ഇഞ്ചാണല്ലോ ലെങ്ത് മാർക്ക് ചെയ്തത്. അതിൽ 1 ഇഞ്ച് മെയിൻ ക്ലോത്തേലുണ്ട്, പിന്നെ നമുക്ക് 5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 5 ബാക്കിലോട്ടും പോവും, 5 ഫ്രണ്ടിലോട്ടും വരും. അങ്ങനെ നമുക്ക് 10 ഇഞ്ചാണ് വേണ്ടത്. ഞാൻ അതിന് ഒരു 12 ഇഞ്ച് മാർക്ക് ചെയ്യത്തക്ക രീതി ഇതുപോലെ 6 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്ന തുണിയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ 6 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ 12 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് 12 ഇഞ്ച് വരത്തക്ക രീതിയിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ 5 ഇഞ്ച് വിഡ്ത്തും 6 ഇഞ്ച് ലെങ്ത്തും ആയിട്ട് ഇതേപോലെ ഒരു സ്ക്വയറായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. ഈ സ്ക്വയറാണ് നമ്മളിനി നെക്കിൻ്റെ പോർഷനിൽ, അതായത് നമ്മുടെ ഷോൾഡർ എന്ന രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് സെയിമായിട്ട് ലൈനിങ്ങും എടുക്കുന്നുണ്ട്. അപ്പം 4.5 ഇഞ്ച് വേണം നമ്മൾ
മറിച്ചിട്ട് അതായത് അടിച്ചൊക്കെ എടുത്ത് കഴിയുമ്പോൾ സൈഡൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്കിന് അത് 4.5 ഇഞ്ച് വരത്തക്ക രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ തയ്യൽ തുമ്പോടെ ചേർത്ത് 5.5 ഇഞ്ച് വേണ്ട. ഇപ്പം ഞാൻ പറഞ്ഞതിനേക്കാൾ മെയിനായിട്ട് ഈ കാണിക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അവരവർ എടുക്കുന്ന നെക്കിനനുസരിച്ച് വേണം ഇതെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ, അതും കൂടെ ഓർക്കുക. അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് തുണിയൊന്ന് വിരിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നതെന്ന്. വേണ്ട ഇതുപോലാണ് ഇനിയിപ്പം നമ്മുടെ ആ ഒരു ഷോൾഡർ പോർഷനായിട്ട് വരുന്നത്. അപ്പോൾ ഷോൾഡർ കട്ടിങ് ഒന്നുമില്ല, ഈ ഒറ്റ തുണിയെ തന്നെയാണ് ബാക്കിലോട്ടും കൂടെ പോകുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ഇത് വരുമ്പോൾ ജോയിൻ്റായിട്ട് വരുന്നില്ല, അതായത് ഒരു ഏപ്പ് വെച്ച് ലെങ്ത് കൂട്ടിയതായിട്ട് വരുന്നില്ല. ഇതൊരു ഡിസൈൻ എന്ന രീതിയിൽ, ഒരു മോഡൽ എന്ന രീതിയിലാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക്, അതായത് മെഷർമെൻ്റ് എല്ലാം ഒന്നും കൂടെ ഒന്ന് കാണിച്ച് തരുന്നതാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് മെയിനായിട്ട് ഞാൻ ഫ്രണ്ടിനൊക്കെ ഒരു ചെറിയൊരു വീടെ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊന്നും കൂടെ ആ ഒരു നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ 1 ഇഞ്ച് ആ മെയിൻ ക്ലോത്തിലൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3.5 ഇഞ്ച് വിഡ്ത്തും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് സ്ക്വയർ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ 2 കോർണർ തമ്മിൽ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്ന ഈ ഒരു നെക്കുണ്ടല്ലോ, ഈ ഒരു നെക്കാണ് ഞാൻ ഇതിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് ലൈനിങ്ങിലും കൂടി വെച്ചുകൊണ്ടാണ് ഞാനിതിപ്പം കട്ട് ചെയ്യുന്നത്. ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ വെച്ചുകൊണ്ടാണ് ഞാനിതിപ്പോൾ കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്ത് ലൈനിങ് വെച്ചിട്ട് ഞാനൊന്ന് പേൾ പിൻ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷമാണ് കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇരിക്കാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് പേൾ പിന്നൊക്കെ വെച്ച്. പിന്നെ ബാക്ക് നെക്ക് ഞാൻ സ്ക്വയറായിട്ട് തന്നെ കൊണ്ടുപോകാനായിട്ടാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അത് 5 ഇഞ്ച് തന്നെയാണ് ലെങ്ത് വരുന്നുള്ളൂ. ഞാൻ ബാക്കിൽ പിന്നെ അധികം ഇറക്കുന്നില്ല, 5 ഇഞ്ചിൽ നിർത്താനായിട്ടാണ് ബാക്ക് നെക്ക്. ഇതിപ്പം ബാക്ക് നെക്കിൻ്റെ ഏതാണ്ട് ഞാനൊന്നും കട്ടൊന്നും ചെയ്തിട്ടില്ല, കൈക്കുഴി മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. ലൈനിങ്ങിലും അതുപോലെ കൈക്കുഴി മാത്രം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് പേൾ പിന്ന് വെച്ചൊന്ന് സെറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സ്ലീവിൻ്റെ അതായത് ഷോൾഡറിന് കൊടുക്കുന്ന ആ ഒരു മെറ്റീരിയലിലും ഇതുപോലെ ലൈനിങ് വെച്ച് ഒരു സൈഡ് മാത്രം ഒന്ന് പേൾ പിന്ന് കൊടുക്കുന്നുള്ളൂ കേട്ടോ. എന്നാന്ന് ചോദിച്ചാൽ അത് നമ്മൾ തിരിച്ചിട്ടതിന് ശേഷം മറ്റേ സൈഡ് നമ്മൾ ജസ്റ്റ് മടക്കി അടിക്കാനായിട്ടാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അല്ലാതെ 2 സൈഡും ഇതുപോലെ ആക്കിയിട്ട് വേണമെങ്കിൽ തിരിച്ചിടാം. അതിനേക്കാൾ എനിക്ക് നല്ലതായിട്ട് തോന്നിയത് ഇങ്ങനെ ചെയ്യുന്നതാണ്. മേ ബി ചിലപ്പോൾ ചുളുക്കം വരാനുള്ള ചാൻസ് ഉണ്ട്, അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാൻ ഫ്രണ്ട് നെക്ക് ആദ്യം ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം കൈക്കുഴി ഡൗഡൂന്നേ ഇതേണ്ട ആദ്യമേ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കൈക്കുഴി ഡൗഡൂന്നേ സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് തിരിച്ചിടാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. കൈക്കുഴി ഡൗഡ മടക്കി അടിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ നെക്ക് നമ്മൾ അടിച്ച് മറിച്ചിടുന്നത് പോലെ തന്നെ കൈക്കുഴി ഡൗഡൂന്നേ നെക്ക് ഫുള്ളായിട്ട് കൊണ്ടുവന്ന് മറ്റേ കൈക്കുഴിയുടെ അവിടെ വരെയും കൊണ്ടുവന്ന് അടിച്ചിറക്കിയിട്ട് നേരെ ഇതിനെ തിരിച്ചിട്ട് പതിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞത് മനസ്സിലായി കാണും എന്നാണ് എൻ്റെ വിശ്വാസം. മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബും കൂടെ ചെയ്യുക. അപ്പം നേടി നമ്മുടെ നെക്ക് ഞാനൊന്ന് അടിച്ച് എടുത്തിട്ടുണ്ട്. കൈക്കുഴിയുടെ ആ ഒരു കേർവ് വരുന്നതിൻ്റെ അവിടെയൊക്കെ തേണ്ടി ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വൃത്തിക്ക് സെറ്റ് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ തയ്ച്ച് കഴിയുമ്പോഴത്തേക്കിനും ഒരു ഭംഗിയില്ലാതിരിക്കും. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് മെയിനായിട്ട് നോക്കി നല്ല രീതിയിലൊന്ന് എടുത്തതിന് ശേഷം മണ്ടേ കൂടെ പതിച്ചും കൂടെ അടിക്കണം. ഇതിനിയിപ്പം ഞാനിനി പതിച്ചടിക്കാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഈസി ആയിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. പിന്നെ സ്ലീവ്ലെസ് അതുപോലെ ഒരു ഇച്ചിരി സ്ലീവ് മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇതിൻ്റെ തന്നെ ഞാൻ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ തന്നെ ഞാൻ ഈ ഒരു സെപ്പറേറ്റ് നമ്മൾ ഷോൾഡർ പോർഷനായിട്ട് വരുന്ന ആ സെപ്പറേറ്റ് തുണിയല്ല വെച്ചിരിക്കുന്നത്, അതിൻ്റേത് സ്കാലപ്പ് ചെയ്തുകൊണ്ടുള്ള മോഡൽ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഏതായാലും കൊടുക്കാം, അതൊന്ന് ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കുക. ഇനിത് നമ്മൾ ഫ്രണ്ട് നെക്ക് അങ്ങനെ അടിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞപ്പോൾ ബാക്ക് നെക്ക് അടിക്കുകയാണ് ചെയ്യുന്നത്. ബാക്ക് നെക്ക് അടിക്കുമ്പോഴും ഇതുപോലെ കൈക്കുഴി ഡൗഡൂന്നേ ഫുള്ളായിട്ട് അടിച്ച് മറിച്ച് ഇട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് പതിച്ചും കൂടെ അടിച്ചും കൂടെ കൊടുക്കാനായിട്ട് എല്ലാവരും നോക്കുക. ഇത് അങ്ങനെ നമ്മുടെ
ബാക്ക് നെക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മറിച്ചിട്ട് പതിച്ചും കൂടെ മെയിനായിട്ട് ഒന്ന് എടുക്കണം. അതുപോലെ തന്നെ നമ്മൾ കുറേ ആയായിരുന്നു ഇപ്പം വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അതെനിക്കും അറിയാം, നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സമയം കിട്ടാഞ്ഞത് കൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത്. അപ്പം ഇനി മാക്സിമം റെഗുലറായിട്ട് തന്നെ വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ നോക്കുന്നതാണ്. അപ്പം നമ്മുടെ ബാക്ക് നെക്ക് ഞാൻ വേണ്ട ഇങ്ങനെ പതിച്ച് അടിച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ തുണിയുണ്ടല്ലോ, അത് നമുക്കിനിയൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ പറഞ്ഞ പോലെ ഒരു സൈഡ് ഞാൻ പേൾ പിന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സൈഡ് ആദ്യമേ ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രണ്ട് മെറ്റീരിയലും, അതായത് രണ്ട് ഷോൾഡറിൻ്റെ മെറ്റീരിയലും ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കണം. അതിന് ശേഷം വേണം തിരിച്ചിട്ട് പതിച്ചെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും എങ്ങനെ ന്യൂ ഇയറൊക്കെ പോകുന്നു? പുതിയ വർഷം സന്തോഷം സമാധാനം ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. എങ്ങനെ പുതിയ വർഷം? അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ബിലോ കേട്ടോ. അപ്പോൾ ഞാൻ രണ്ട് ഷോൾഡറിൻ്റേതും ഒരുപോലെ തന്നെ അടിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിനെ തിരിച്ചിടണം, മറിച്ചിടണം, എല്ലാം ചെയ്യണം. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അല്ലാതെ മനസ്സിലാവാതെ ഇരിക്കുന്നൊന്നും ഇല്ലല്ലോ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയല്ലേ ഈ ഒരു രീതി. ഇനി നമുക്ക് തുണിയിലായിട്ട് ജോയിൻ ചെയ്യുമ്പോഴത്തേന് ഇതിലും ഈസിയാണ് ചെയ്യാനായിട്ട്. അത് നമ്മൾ ആ ഒരു മെഷർമെൻറ്റ് നമ്മൾ നെക്കിൻ്റെയൊക്കെ എടുത്തിട്ടില്ലേ, അതൊക്കെ ഒന്ന് നോക്കിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ബാക്കിയെല്ലാം ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഇതിപ്പോൾ അടിച്ച് എടുക്കുവാണ്. സത്യത്തിൽ എന്തോ ഇനി ഇപ്പം പറയേണ്ടതെന്ന് അറിയത്തില്ല. എന്നാ ചോദിച്ചാൽ ഈ അടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ എന്തോ ഇങ്ങനെ കലബലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റായിട്ട് പറയുന്നത് തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞു അടിച്ച് മറിച്ച് പതിച്ച് എടുക്കണമെന്ന്. അപ്പോൾ പിന്നെയും ഞാനത് തന്നെ പറയുന്നത് നിങ്ങൾക്കും ബോറടിക്കും, പറയുന്നത് എനിക്കും ബോറടിക്കും. അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ തോന്നുകയൊന്നും ചെയ്യരുത്. അപ്പോൾ എനിവേ തന്നെ നമ്മുടെ ഷോൾഡറും അടിച്ചെടുത്ത് കടിക്കരുത്. അങ്ങനെ രണ്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മറ്റേ സൈഡ് ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെനിക്ക് പെർഫെക്റ്റായിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ്. അല്ലാതെ രണ്ട് സൈഡും വേണമെന്നുണ്ടെങ്കിൽ അടിച്ചിട്ട് തിരിച്ചിടുമ്പം കിട്ടും, പക്ഷെ ചെറിയൊരു ചുളുക്കോ ഒരു വശപ്പശൊക്കെ എനിക്ക് അങ്ങോട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ട് നേരത്തെ ചെയ്തപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതെനിക്ക് ഈസി ആയിട്ട് തന്നെ തോന്നുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതും കൂടെ ഈ രണ്ട് ഷോൾഡറും കൂടെ ഒന്ന് അടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കിന് നമുക്കിനി മെറ്റീരിയൽ വെച്ച് സെറ്റ് ചെയ്യാം. ഇത് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2-3 മിനിറ്റെങ്കിലും ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്കിപ്പോൾ മെറ്റീരിയൽ വെച്ച് സെറ്റ് ചെയ്യാനേ. ഇനി നമ്മൾ മെറ്റീരിയൽ വെച്ച് സെറ്റ് ചെയ്യാനായിട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ മെയിൻ ക്ലോത്ത് ഒന്ന് സെൻറ്റർ പോർഷനൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് അവിടെ ഒന്ന് നമ്മുടെ നെക്കിൻ്റെ 3.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടിയാണ് ഞാനിതിപ്പം നമ്മുടെ മെയിൻ ക്ലോത്ത് ഫോൾഡ് ചെയ്ത് അതിൻ്റെ നെക്കിൻ്റെ അവിടെ നിന്ന് 3.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. മാർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ആ ഒരു നെക്കിൻ്റെ അവിടെ നിന്ന് നമ്മളിങ്ങനെ കർവായിട്ട് കട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് അത് നമുക്കറിയാം. പിന്നെ 4.5 ഇഞ്ച് ആ ഷോൾഡറിൻ്റെ അങ്ങോട്ട് കൈക്കുഴിയുടെ അങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ ഷോൾഡറായിട്ട്, അതായത് സ്ലീവായിട്ട് എടുത്തിരിക്കുന്ന ഈ ഒരു മെറ്റീരിയലിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ പോർഷൻ ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവിടെ ഒന്ന് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ 5 ഇഞ്ചാണ്. ഞാൻ ഇച്ചിരി കൂടെ എൻ്റെ ഇപ്പോൾ നെക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ 5.5 ഇഞ്ചാണ് ഞാൻ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തത്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ നെക്ക് ഒന്നും കൂടെ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് 5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഓൾറെഡി 5 ഇഞ്ചായിരുന്നു വെച്ചുകൊണ്ടായിരുന്നു നെക്കിൻ്റെ അവിടെ മാർക്ക് ചെയ്ത്. അപ്പോൾ 5 ഇഞ്ച് തന്നെ ഒന്ന് മാർക്ക് ചെയ്യുക. ഞാൻ 5.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇച്ചിരി കൂടെ 6.5 ഇഞ്ചാണ് ഞാനപ്പം മെയിൻ ക്ലോത്ത് ടോട്ടൽ കഴുത്തിൻ്റെ ലെങ്ത് എനിക്ക് വരുമ്പോഴത്തേന് 6.5 ഇഞ്ച് വരുന്നുണ്ട്. അപ്പം 5 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. ഞാൻ 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ആ മെയിൻ ക്ലോത്തെ നമ്മൾ കറക്റ്റ് ഒന്ന് 3.5 ഇഞ്ച് മാർക്ക് ചെയ്തായിരുന്നല്ലോ, അതിൻ്റെ അവിടെ വരത്തക്ക രീതി നമ്മുടെ ആ 5.5 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന ആ 2 പോയിൻറ്റും ഒരുപോലെ വരത്തക്ക രീതിയിലൊന്ന് വെച്ചിട്ട് പേൾ പിന്ന് വെച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം കറക്റ്റ് എനിക്ക് 6.5 ഇഞ്ച് വരുന്നുണ്ട് നെക്കിൻ്റെ ലെങ്ത് വരുമ്പോഴത്തേക്കിന്. അതേപോലെ 2 സൈഡും ഒന്ന് ചെയ്യണം. രണ്ടാമത്തെ സൈഡും നമ്മൾ ആ ഒരു സ്ലീവിൻ്റെ ആ ഒരു മെറ്റീരിയലിൽ 5.5 ഇഞ്ച് തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതും ഇതേപോലെ തന്നെ ഒന്ന്
പേൾ പിന്നൊക്കെ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബാക്ക് നെക്കും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ബാക്ക് നെക്ക് വരുമ്പോഴും ഞാൻ ഓൾറെഡി 5 ഇഞ്ചായിരുന്നു പറഞ്ഞത്, പക്ഷേ എനിക്ക് 5.5 ഇഞ്ച് വരുന്നുണ്ട്. നമ്മൾ ഈ സ്ലീവിൻ്റെ ഈ ഒരു മെറ്റീരിയലിൽ നമ്മൾ 5.5 ഇഞ്ചാണല്ലോ മാർക്ക് ചെയ്തിരിക്കുന്നത് ലെങ്ത്. അതുകൊണ്ട് എനിക്ക് ബാക്ക് നെക്ക് വരുമ്പോഴത്തേക്കിന് 5.5 ഇഞ്ച് വരുന്നുണ്ട്. അങ്ങനെ ബാക്ക് നെക്കും ഇതേപോലെ തന്നെ മെയിൻ ക്ലോത്ത് ആദ്യം സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾക്ക് 3.5 ഇഞ്ച് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ 5.5 ഇഞ്ചുമായിട്ട് കറക്റ്റായിട്ട് വരത്തക്ക രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് പിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പിൻ ചെയ്യുമ്പോൾ മെയിനായിട്ട് ഓർക്കേണ്ടത് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ അകത്തായിട്ട് വേണം നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ ഈ ഒരു ക്ലോത്തിൻ്റെ തുമ്പ് പോകാനായിട്ട്. ഇപ്പം ഞാൻ ഈ സെറ്റ് ചെയ്തിരിക്കുന്ന കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, ഒരു കാരണവശാലും പുറത്ത് വരരുത്, അകത്ത് വരത്തക്ക രീതിയിൽ വേണം സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ മണ്ടയിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് കൂടെ ചെയ്ത് എടുത്താൽ മതി. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ബാക്കി ഉള്ളതുപോലെ സൈഡെല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോപ്പ് റെഡിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഞാൻ നോക്കിയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ക്യാൻവാസൊക്കെ വെച്ച് വേണമെന്നുണ്ടെങ്കിൽ നെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ല ഫിനിഷിങ്ങോടുകൂടി നല്ല പെർഫെക്റ്റായിട്ടൊക്കെ കിട്ടും. ഞാൻ ക്യാൻവാസ് ഒന്നും വെച്ചില്ല, എനിക്ക് മടിയായിരുന്നു, അതുകൊണ്ട് ഞാനതൊന്നും ചെയ്തില്ല. പകരം ഞാൻ ക്യാൻവാസൊന്നും ഇല്ലാതൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നല്ല ഫിനിഷിങ്ങോടൊക്കെ കൂടെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്യുവാണ്. നമ്മുടെ ആ നെക്കിൻ്റെ അവിടെ ഒന്ന് കൈക്കുഴിയുടെ അങ്ങോട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ 4 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ സ്ലീവ് പ്ലസ് ഷോൾഡർ റെഡിയായി നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ബാക്കി നമ്മുടെ മെഷർമെൻറ്റിനനുസരിച്ച് ബാക്കിയും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ലെവൽ ചെയ്ത് എടുത്താൽ മതി. അപ്പം ബാക്കി ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കുന്നില്ല. എന്നാന്ന് ചോദിച്ചാൽ ബാക്കി ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമല്ലോ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. വെറുതെ കാണിച്ച് വീഡിയോയുടെ ലെങ്ത് കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ ഈ ചെയ്തിരിക്കുന്ന ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. അതായത് നമ്മൾ അത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നതാണിത്. ഇതിപ്പോൾ കണ്ടാൽ ഒരു ജോയിൻറ്റ് വെച്ചിരിക്കുന്ന ഇത് നമ്മൾ ഒരു ഏപ്പ് വെക്കുന്നതിനേക്കാളും ബെറ്ററായിട്ടല്ലേ, ഒരു മോഡൽ ലുക്ക് ഫീൽ ചെയ്യുന്നില്ലേ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഞാൻ ഇപ്പോൾ കാണിച്ച് തരാം. ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾ എങ്ങനെയുണ്ടെന്നുള്ളത് എന്തായാലും ഒന്ന് പറയണം. ഞാൻ തന്നെ വെയർ ചെയ്ത് ഞാൻ തന്നെ കാണിക്കുന്നത് ഇനി എൻ്റെ നാടകമാണ് നിങ്ങൾ ഈ കാണുന്നത്. എങ്ങനെയുണ്ട്? പെട്ടെന്ന് കണ്ട ജോയിൻറ്റ് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ എന്നൊക്കെ തോന്നുന്നുണ്ട്. സ്ലീവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്ലീവ് ഉണ്ട്, സ്ലീവ് ഇല്ലേ എന്ന് ചോദിച്ചാൽ സ്ലീവ് ഇല്ല എന്നൊരു രീതിയൊക്കെ ഇല്ലേ. എങ്ങനെയുണ്ട് ഫൈനൽ ഔട്ട്പുട്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യും. ഈ കളർ എങ്ങനെയുണ്ട്? ഡ്രസ്സ് എങ്ങനെയുണ്ട് ടോട്ടലി? അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.